കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സച്ചി സുധിയോട് പറയണം, ഇവൻ ജോലി ചെയ്ത് ശമ്പള പൈസ തരാനോ നല്ല കഥയായി പോയെന്ന് പറയാ. ഇത് കേട്ടതും സുധിയും ചന്ദ്രമതിയും ഒന്ന് ഞെട്ടി. കാരണം മറ്റൊന്നുമല്ല, ഒരു പക്ഷെ ജോലി ഇല്ലെന്നുള്ള കാര്യം ഇവനെങ്ങാനും മനസ്സിലാക്കിയിട്ടുണ്ടോ, അതാണോ ഇങ്ങനെ പറയണേന്ന്. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കണം. അതോ, ഇവൻ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ അവിടുന്ന് പൈസ വാങ്ങിക്കണം. അഡ്വാൻസ് പൈസ വാങ്ങിച്ച് ഇവൻ ചെലവഴിച്ച് കാണും. മിക്കവാറും അവസാനം വന്നു കഴിയുമ്പോഴത്തേനും ഇവന് അങ്ങോട്ട് പൈസ കൊടുക്കാനായിരിക്കും കാണുള്ളൂ. അതാ ഞാൻ പറഞ്ഞതെന്ന് പറയാണ്. പെട്ടെന്ന് ശ്രുതിനെ നോക്കുവാണ്. ശ്രുതി പറഞ്ഞേ, അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാണ്. ശ്രുതി പറഞ്ഞു, അതെ, 10-ാം തീയതി ആകുമ്പത്തേനും പൈസ കിട്ടും. ആ പൈസ അങ്ങോട്ട് എടുത്ത് കൊടുത്തേക്കാൻ പറയാണ്. ഇത് കേട്ടോണ്ട് ചന്ദ്രമതിക്ക് മനസ്സിലായി, ഇനി മിക്കവാറും 10-ാം തീയതി ഇവന് എന്താ മറുപടി പറയണ്ടേ. ചന്ദ്രമതി ഇടയ്ക്ക് കയറി. ചന്ദ്രമതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, 10-ാം തീയതി ഒരു കാക്കൊന്നും വേണ്ട. ആ ടിക്കറ്റ് ഉണ്ടല്ലോ, ആ ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങോട്ട് ക്യാൻസൽ ചെയ്യുക. അതാണ് ആ പൈസ അങ്ങോട്ട് എടുത്ത് കൊടുത്തേക്കാൻ പറയാം. അതോടുകൂടി പ്രശ്നങ്ങളൊക്കെ തീരുമല്ലോ. പൈസ അങ്ങ് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളെന്ന് പറയാം. ഇത് കേട്ടപ്പം സുധി പറഞ്ഞു, അതെങ്ങനെ ശരിയാവും അമ്മേ, ആണ്ടമാൻ ടൂറ് പോണ്ടേ. എടാ, ടൂറിനേക്കാളും പ്രധാനം ഇതാണ്. അങ്ങനെയെങ്കിൽ സച്ചൊന്നും മിണ്ടായിരിക്കുമല്ലോ. അല്ലെങ്കിൽ പിന്നെ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട്. ടൂർ ഇനിയും പോവാം, ആണ്ടമാനൊന്നും പോണ്ട. വേറെ എവിടെയും നല്ലൊരു സ്ഥലത്ത് പോയാൽ മതി. നിങ്ങൾ തന്നെ പിന്നെ ടൂറ് പോയാൽ മതി എന്ന് പറയാം. ഇത് കേട്ടത് ശ്രുതി പറഞ്ഞു, ശരിയാ, അമ്മ പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യ. ശ്രുതി, നീ ഇന്ന് തന്നെ ചെന്ന് ആ പണം എടുത്ത് ആ ടിക്കറ്റ് അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് ആ പണം എടുത്ത് അങ്ങോട്ട് കൊടുത്തേക്കാൻ പറയുക. ഇത്രയും പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാ. ഈ സമയം ശ്രുതിക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് തന്നെ സച്ചി പറഞ്ഞു, എടാ, അവളാണ് പെണ്ണ്. ഒരു പക്ഷെങ്കിൽ അന്ന് 50 ലക്ഷം പോയ സമയത്ത് ഇവളുടെ തലയത്തൊട്ടങ്ങനെ സത്യം ചെയ്തിരുന്നെങ്കിൽ പണ്ടേ ആ പൈസ തിരിച്ചു തന്നേരം. എന്റെ അച്ഛ, സമ്മതിച്ചു കൊടുക്കണം. പെൺകുട്ടികളാണ് എങ്ങനെ വേണം, പറഞ്ഞ വാക്കിന് വില വേണമെന്ന് പറയാ. ഇവൻ ചുമ്മാ ശ്രുതിയുടെ പുറയിൽ ഒളിച്ചിരിക്കാതല്ലാതെ ഇവൻ എന്തിനേലും കൊള്ളോന്ന് ചോദിക്കാം. ഇത് കേട്ടാൻ ചന്ദ്രമതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ചന്ദ്രമതി ചവിട്ടിക്കുലിക്ക് അങ്ങോട്ട് പോവാണ്. രവീന്ദ്രൻ പറഞ്ഞു, എടാ സച്ചി, വെറുതെ എന്തിനാണ് എന്റെ അച്ഛ ഇത്രയെങ്കിലും ഞാൻ പറയണ്ടേ എന്ന് ചോദിക്കുകയാണ്. പിന്നീട് സച്ചിയും കൂടെ അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ടെറസിന്റെ മുകളിൽ പോയി നിൽക്കുവാണ്. സുധി ആകെപ്പാ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ ചന്ദ്രമതി അങ്ങോട്ട് വന്നു. ചന്ദ്രമതി വന്നിട്ട് ചോദിച്ചു, നീ എന്താടാ ഇവിടെ നിൽക്കുന്നത്? ഞാൻ ആലോചിക്കുമായിരുന്നു, 10 കോടി മുടക്കി ഒരു ബിസിനസ് അങ്ങ് തുടങ്ങിയാലോന്നോ. ആഹാ, കൊള്ളാലോ, നല്ല ഐഡിയ ആണല്ലോ. അതിനുള്ള പണം എവിടുന്നോ? എന്റെ അമ്മയ്ക്ക് എന്നെ ഒട്ടും ബോധമില്ലേ. 10 കോടി പോയിട്ട് 10 പൈസ കയ്യിലെടുക്കാനില്ല. അപ്പോഴമ്മയുടെ ഒരു കോമഡി പറഞ്ഞ്, ഞാനല്ലല്ലോ, നീ അല്ലേന്ന് ചോദിക്കുകയാണ്. എന്റെ അമ്മ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മുറിയിലേക്ക് എന്നിട്ടുണ്ടെങ്കിൽ പൈസയുടെ കാര്യം ശ്രുതി പറയും. പിന്നെ ശമ്പളത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ശമ്പളം മേടിച്ച് വീട്ടുചെലവിന് കൊടുക്കണമെന്ന്. ഇവിടെ എങ്ങനെ സമാധാനത്തോടെ വന്നിരിക്കാന്ന് വെച്ചപ്പോഴാണ് അമ്മയുടെ ഈ വരവ്. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, എന്തൊക്കെയാണെങ്കിലും കുഴപ്പമില്ല. ആ ടിക്കറ്റ് ക്യാൻസൽ ആയിട്ട് പൈസയും കൂടെ കൊണ്ട് തന്നേക്കണം. പലിശക്കാരന് പൈസ കൊടുക്കാനുള്ളതാ. അല്ലെങ്കിൽ ആ കാര്യത്തിന് ഒരു തീരുമാനമാവും. എന്റെ അമ്മ തന്ന പൈസ അങ്ങോട്ട് തിരികെ തന്നേക്കാന്ന് പറയണം. അമ്മ തന്ന പൈസയോ? എടാ, നീ എടുത്തോണ്ട് പോയതല്ലേ. ഇങ്ങനെ പറയല്ലേ, അത് ഞാൻ അമ്മയോട് പറയണം എന്നോർത്തിരുന്നാ. പക്ഷെ എങ്കിൽ വന്നപ്പോ അമ്മേനെ കണ്ടില്ല. പിന്നീടാണെങ്കിലോ അമ്മ ആകെപ്പാടെ പ്രശ്നം ഉണ്ടാക്കില്ല, പൈസ കണ്ടില്ലെന്നും പറഞ്ഞുകൊണ്ട്. എനിക്ക് പിന്നെ അത് പറയാൻ പറ്റുമോ? അതുകൊണ്ടല്ല ഞാൻ പറയായിരുന്നെന്ന് ചോദിക്കുക. എടാ, നീ എത്ര കാലത്ത് ഇങ്ങനെ ഒളിച്ചു നടക്കും? ശ്രുതി എങ്ങാനും ജോലി പോയ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുമെന്ന് പറയാം. എനിക്കറിയാമേ. എടാ, നീ ഇങ്ങനെ തേരാവാരം നടക്കാതെ എന്തെങ്കിലും ഒരു ജോലി അന്വേഷിക്കുക. ജോലിക്ക് പോകാൻ നോക്ക്. വലിയ ജോലിയൊന്നും വേണ്ട, ചെറിയ ജോലി, ഒരു സെക്യൂരിറ്റി പണിയാണെങ്കിലും കിട്ടിയാൽ മതി. ഇല്ലെങ്കിൽ കണ്ടോ, അവസാനം നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ശ്രുതി പിടിച്ച് നിന്നെ എടുത്തിട്ട് കൊടയും. അവസാനം നിനക്ക് നിൽക്കക്കള്ളി ഇല്ലാതെ വരും. എന്നോട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തടി ഊരി നിൽക്കത്തുള്ളൂ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാന്ന് പറയാ. അമ്മ ഇങ്ങനെ പറയരുത്. പിന്നെ ഞാൻ എങ്ങനെ പറയണമെന്ന് നീ പറയണേ? എടാ, ഇപ്പൊ തന്നെ കണ്ടില്ലേ, ശ്രുതിക്ക് ചെറിയ സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. നീ ആയിട്ട് ഒന്നും കൊളാക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എത്രയും പെട്ടെന്ന് ഒരു ജോലി കണ്ടെത്തണം. പൈസ കൊടുക്കണം. വീട്ടുകാര്യത്തിനെന്ന് പറഞ്ഞ് ഇനി അവള് പൈസ ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയം ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു അവസ്ഥയായി പോയി ശ്രുതിക്ക്. പിന്നീട് കാണിക്കുന്ന വർഷൻ റെസ്റ്റോറൻറ്റിലേക്ക് വരുവാണ്. അങ്ങനെ റെസ്റ്റോറൻറ്റിലേക്ക് വന്ന സമയത്ത് ശ്രീകാന്ത് വന്നിട്ട്, ആഹാ, ഇന്ന് നേരത്തെ ആണല്ലോ, എന്താ കഴിക്കാൻ വേണ്ടേന്ന് ചോദിക്കുക. എനിക്കൊന്നും കഴിക്കാൻ വേണ്ട. അതെന്താ? ഇന്ന് അമ്മ രാവിലെ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയെന്ന് പറയാം. എന്നൊരു കഞ്ചിയ ഡെസേർട്ട് എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിക്കുക. അത് വേണ്ട, അന്നെങ്കിൽ ചോക്ലേറ്റ് കേക്കോ. പിന്നീട് അങ്ങോട്ട് വന്ന ശ്രീകാന്തിന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, അതെ, ഒരു ചോക്ലേറ്റ് കേക്ക് എടുത്തോളാൻ പറയണം, ഒരു പീസ്. അങ്ങനെ അവൻ അങ്ങോട്ട് ചോക്ലേറ്റ് പീസ് എടുക്കാൻ പോയി. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുവാണ്. ഈ സമയം അടുത്ത ചേറെ തന്നെ ഒരു കപ്പിൾസ് എന്ന് തോന്നുന്ന 2 പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് വർഷയോട് ചോദിച്ചു, വീട്ടിൽ എന്തെങ്കിലും വഴക്കൊക്കെ പറഞ്ഞു നിൽക്കും. എന്തിന്? അല്ല, എന്നോട് മിണ്ടല്ലെന്നോ
സംസാരിക്കല്ലെന്ന് എന്തെങ്കിലും വഴക്കൊക്കെ പറഞ്ഞോ? ഓ, അതൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഡയലോഗ്സ് അല്ലേ, ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ലെന്ന് പറയാണ്. എന്നാലും അവർക്ക് ദേഷ്യമാവില്ലേ? പിന്നെ അവര് ദേഷ്യപ്പെട്ട ഞാനുണ്ടോ മൈൻഡ് ചെയ്യാൻ പോകുന്നേ? അതെ, ഞാൻ എന്റെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത്, ഞാൻ തെറ്റൊന്നും ചെയ്യാൻ പോകുന്നില്ല. എനിക്ക് ശ്രീകാന്തിനെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ശ്രീകാന്തുമായിട്ട് സംസാരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനും അമ്മ പറഞ്ഞ ഉടനെ എനിക്കിപ്പോ ശ്രീകാന്തിനെ കാണാതിരിക്കാനോ സംസാരിക്കാതിരിക്കാനോ ഒന്നും പറ്റില്ലെന്ന് പറയാണ്. ഈ സമയത്ത് അവരുടെ മുന്നിലേക്ക് കേക്ക് പീസ് കൊണ്ടുവന്ന് വെക്കുകയാണ്, കഴിക്കാൻ പറയാണ്. ഈ സമയത്താണ് അപ്പുറത്ത് വാരി കൊടുക്കുന്നത് കണ്ടത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വർഷ അങ്ങോട്ട് നോക്കുക. ശ്രീകാന്ത് വർഷനെ നോക്കി, എന്താ വാരി തരണോന്ന് ചോദിക്കണം. വേണ്ട വേണ്ട വേണ്ടാന്ന് പറയാണ്. അങ്ങനെ അവരോട് ഇരിക്കുന്ന സമയത്ത് വർഷയുടെ നോട്ടം കണ്ടു കഴിഞ്ഞപ്പം ശ്രീകാന്ത് ചോദിച്ചു, അവരെ കണ്ടിട്ട് എന്താ തോന്നിയെന്ന് ചോദിക്കണം. അതെന്താ, എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കണം. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വർഷ അവരെ തന്നെ കുറച്ച് സമയം ഒന്ന് ശ്രദ്ധിക്കുവാണ്. ശ്രദ്ധിച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? അല്ല, പുള്ളിക്കാരത്ത് കഴുത താലിമാലയില്ല, മോളി പൊട്ടുമില്ല, അപ്പൊ അതിനർത്ഥം എന്താ, കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് പറയാം. ഞാൻ പറഞ്ഞ ശരിയല്ലേന്ന് ചോദിക്കും. കൊള്ളാം, ഇത്ര സമയത്തിനുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയിരിക്കുന്നത് പറയാണ്. താലി ഉണ്ടോന്ന് വരെ ശ്രദ്ധിച്ചിരിക്കുന്നു പറയാ. പിന്നീട് ശ്രീകാന്തിനോട് ചോദിച്ചു, ഞാൻ പറഞ്ഞ ശരിയാണല്ലോ? ശരിയാന്നുള്ള കാര്യം പറയാം. അതെ, അവരിവിടുത്തെ റെഗുലർ കസ്റ്റമറാ, അവിടെ സ്ഥിരമായിട്ട് ഇവര് വരാറുള്ളതെന്ന് പറയാണ്. അവര് കല്യാണം കഴിച്ചിട്ടില്ല, പിന്നെ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവര് ലിവിങ് ടൂതറാന്ന് പറയാം. ഇത് കേട്ടതും വർഷ വെച്ച്, ലിവിങ് ടൂതറാ, അതെന്താ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, വെറുതെ ചോദിച്ചാ. അല്ല, വർഷയുടെ അഭിപ്രായം എന്താ ലിവിങ് ടൂതറിനെ കുറിച്ച്? ഇത് കേട്ടതും വർഷ പറഞ്ഞു, അല്ല, നമ്മൾ സ്നേഹിച്ച് കല്യാണം കഴിക്കുവാണെങ്കിൽ അതിനിടയ്ക്ക് കുറെ വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എങ്കിൽ ഇങ്ങനെ ലിവിങ് ടൂതർ ആണെങ്കിൽ അതിനകത്ത് വഴക്കുകളും കാര്യങ്ങളൊക്കെ വെച്ച് കുറവായിരിക്കും. കാരണം എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരാളെ ഇട്ടിട്ട് അങ്ങോട്ട് പോകുമല്ലോ. അപ്പൊ രണ്ടുപേരും അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. ഇപ്പം നമ്മളൊരു സാധനം നമ്മൾ ഇഷ്ടപ്പെട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ കുറെ കാലത്തേക്ക് നമ്മളത് പൊന്നു പോലെ നോക്കും, പിന്നെ അത് എവിടെയെങ്കിലും ഇട്ടേക്കും. പക്ഷേ എങ്കിൽ നമ്മളൊരു വാടകയ്ക്ക് ഒരു സാധനം എടുത്താലോ, വാടകയ്ക്ക് സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തിരിച്ചു കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ് പറ്റിയാലോ എന്നൊക്കെ ഓർത്ത് നമ്മൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യും. അതുപോലെയൊക്കെ തന്നെയാണ് ലിവിങ് ടൂതർ ആണെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരാൾ ഇട്ടിട്ട് പോകുമല്ലോ എന്നൊരു ചിന്തയുണ്ടാവും. കല്യാണം കഴിച്ചാൽ പിന്നെ അങ്ങനെയല്ല, വഴക്കുകൾ ഉണ്ടായാലും ഇട്ടിട്ട് പോകത്തില്ലോ, അങ്ങനെ പെട്ടെന്നൊന്നും പോകത്തില്ലോ എന്നൊരു ചിന്തയുണ്ടാവും. ഓഹോ, അപ്പം നീ ലിവിങ് ടൂതറിനെയാണോ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വർഷയോട് ചോദിക്കുകയാണ്. അങ്ങനെ ഞാൻ ഒന്നിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെന്താ, കല്യാണത്തെയാണോ? അങ്ങനെയില്ല, കാരണം നമ്മൾ പരസ്പരം ഇഷ്ടപ്പെട്ട് ജീവിക്കുവാണെങ്കിൽ രണ്ടും നമുക്ക് നല്ല, ലിവിങ് ടൂതറും നല്ല, കല്യാണം കഴിച്ച് ജീവിക്കുന്നത് നല്ല. ഇതിപ്പം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള മനസ്സിന്റെ പൊരുത്തമാണ്, അടുപ്പമാണ് ഏറ്റവും വലുത്. പക്ഷേങ്കിൽ എന്നെ ഈ പറയുന്ന ലിവിങ് ടൂതറിനൊന്നും കിട്ടത്തില്ല. എൻ്റെ മനസ്സിൽ എപ്പോഴും കല്യാണം കഴിച്ച് ജീവിക്കുന്നവരുടെ താല്പര്യം, ഞാൻ അതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടതും ശ്രീകാന്ത് പറഞ്ഞു, നീ ആള് കൊള്ളാലെന്ന് പറയാം. പിന്നെ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത്? അതെ, ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ശ്രീകാന്തിന് മുന്നിൽ മാത്രമേ തല ഒഴിച്ചു തരുള്ളൂ. ശ്രീകാന്ത് ആയിരിക്കും എൻ്റെ ഭർത്താവ്. എന്നെ ഇട്ടിട്ട് പോകാന്നെങ്ങാനും എന്തെങ്കിലും പ്ലാനും പദ്ധതിയും മനസ്സിലുണ്ടെങ്കിലേ അതെന്റെ മോൻ ഇപ്പൊ തന്നെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് മായച്ചാരെ. പിന്നെ ലിവിങ് ടൂതറിനൊന്നും എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്, അതൊന്നും മോൻ ചിന്തിക്കുക പോലും വേണ്ടാന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് ഒന്ന് ചിരിക്കുക. പിന്നീട് കാണിക്കുന്ന സുധി വീട്ടിലേക്ക് വരുവാണ്. സുധി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഓരോരുത്തരും മുറി കൂടെ ആയിരുന്നു. പെട്ടെന്ന് എല്ലാവരുടെയും മുറി കൊട്ടി വിളിക്കാൻ തുടങ്ങി സുധി. സച്ചിയുടെ രേവതിയുടെ എല്ലാം മുറി കുട്ടി വിളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയണം. അങ്ങനെ എല്ലാവരും കൂടെ ഇറങ്ങി വന്നു. ഈ സമയം രവീന്ദ്രൻ ചോദിച്ചു, എന്താടാ നീ ഇവിടെ കിടന്ന് എന്തിനാ അലർന്നേ? എല്ലാവരും കൂടെ ഇറങ്ങി വരാൻ പറഞ്ഞ് എന്തിനാന്ന് ചോദിക്കണം. ഈ സമയം ശ്രുതിയും കൂടെ ഇറങ്ങി വന്നു. ഞാൻ വലിയ ഏതോ കള്ളനാണ്, പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ട് തിരിച്ചു വെക്കത്തില്ലെന്നൊക്കെ എല്ലാവരും പറയണേ. ഇത് കേട്ട സച്ചി ചോദിച്ചു, പറഞ്ഞാലും എന്താ തെറ്റിരിക്കുന്നത്? സത്യാവസ്ഥ അതല്ലേ എന്ന് ചോദിക്കണം. എന്നാൽ അതങ്ങോട്ട് മാറ്റിയാരെ, ഞാൻ എന്താണെങ്കിലും കൊണ്ടുപോയ പൈസ ഞാൻ തിരികെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയണേ. ആഹാ, കൊള്ളാലോ, നീ പറഞ്ഞ് പാക്ക് പാലിച്ചല്ലോ, കൊള്ളാടാ എന്നും പറഞ്ഞ് സുധിയുടെ കൈ പിടിച്ച് കുലുക്കുകയാണ്. 50 ലക്ഷം രൂപ നീ ഇത് ഇത്ര പെട്ടെന്ന് എവിടെ നിന്ന് ഉണ്ടാക്കിയെന്ന് ചോദിക്കുകയാണ്. ശ്രുതി കണ്ണു പിഴിഞ്ഞ് ചോദിക്കുകയാണ്. അതേപോലെ തന്നെ ചന്ദ്രമതിയും, ഇവരെവിടെ നിന്ന് ഇത്ര പെട്ടെന്ന് ഈ പൈസ കിട്ടിയെന്ന്. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, 50 ലക്ഷമോ? 50 ലക്ഷമൊന്നുമില്ല, ഞാൻ കൊണ്ടുപോയ 1 ലക്ഷം രൂപയുണ്ടല്ലോ ആ തിരികെ കൊണ്ടെന്നാ പറഞ്ഞ്. ഓ, അതാണോ? അതിനാണോ നീ ഇത്ര ബിൽഡപ്പ് കൊടുത്തതെന്ന് ചോദിക്കുക. നാണമില്ലാത്ത, ഞാൻ ഓർത്തു ആ 50 ലക്ഷത്തിന്റെ കാര്യമായിരിക്കും പറഞ്ഞേന്ന്. 50 ലക്ഷത്തിന്റെ കാര്യമൊന്നും അല്ല ഞാൻ പറഞ്ഞേന്ന് പറയാം. അല്ല, ടിക്കറ്റ് ക്യാൻസൽ ചെയ്തുകൊണ്ട് പൈസ ആയിരിക്കും അല്ലേ? അല്ല, ഞാൻ അമ്മയുടെ നിന്ന് എടുത്തോണ്ട് പോയെന്ന് നിങ്ങൾ പറഞ്ഞില്ല, ആ പൈസയാന്ന് പറയണോ? ഓഹോ, അപ്പൊ അമ്മ തന്നാണെന്നാണല്ലോ പറഞ്ഞ്, ഇപ്പോഴെങ്ങനെ എടുത്തോണ്ട് പോയതായത്? ചന്ദ്രമതി പറഞ്ഞു, എന്താണെങ്കിലും ആട്ടെ, പൈസ കിട്ടിയാ പോരെ, അത് പോരേന്ന് ചോദിക്കുക. ഇത് കേട്ടത് സച്ചി പറഞ്ഞു, പറച്ചില് കേട്ടിട്ടുണ്ടവർക്കും ഇവൻ ഏതാണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയായിരിക്കുന്നു. അച്ഛന്റെ പൈസയല്ലേ, ഇവനെടുത്തോണ്ട് പോയതല്ലേ എന്ന് ചോദിക്കുകയാണ്. ദേ, ഒന്ന് മിണ്ടായിരിക്കുമെന്ന് രവീന്ദ്രൻ ചോദിക്കുകയാണ്. പിന്നീട് ദേ, ഞാൻ കൊണ്ടുവന്ന പൈസ അതേപടി എടുത്തോണ്ട് പോയ പൈസ കൊടുത്തിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. പെട്ടെന്ന് അത് സച്ചി തട്ടിപ്പറിക്കുകയാണ്. നീ എന്ത് പരിപാടിയായി കാണിച്ചാൽ പൈസ നിങ്ങൾ തരാൻ പറയണം. എനിക്ക് അത്ര വിശ്വാസം പോരവിനെ. അതെ, ഈ പൈസ ഫുള്ളുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്.
പിന്നെ ശ്രീകാന്തിനെ കൂടെ വിളിച്ചിട്ടുണ്ട്. അതെ, കുറച്ച് പൈസ എണ്ണി നോക്കാൻ പറഞ്ഞു. കുറച്ച് ശ്രീകാന്തിന്റെ കയ്യിലേക്കും കുറച്ച് സച്ചിയും കൂടെ എടുത്ത് എണ്ണാൻ എടുക്കുവാണ്. ഈ സമയം ശ്രുതി വിളിച്ച് എന്ത് പരിപാടിയായി കാണിക്കുന്നത്, ഇത്രയ്ക്ക് വിശ്വാസം പോലും ഇല്ല സുധീനെ ചോദിക്കും. സുധീനെ നോക്കി ചോദിക്കുകയാണ്. പൈസയുടെ കാര്യത്തിൽ ഇവൻ എനിക്ക് ഒട്ടും വിശ്വാസമില്ലെന്ന് പറയാണ്. രണ്ടുപേരും എണ്ണി നോക്കുകയാണ്. 4000 രൂപയുടെ കുറവ്. ഇതെന്താടെ 4000 രൂപയുടെ കുറവുണ്ടല്ലോ എന്ന് പറയാണ്. ശ്രീകാന്ത് പറഞ്ഞു, ഇവിടെ നീ പറ്റിച്ചോന്ന് ചോദിക്കുകയാണ്. അല്ല, അത് പിന്നെ ഞാൻ ശ്രുതിയാണ് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ശ്രുതി പറഞ്ഞു, അതെ, ഞാൻ ആ പൈസയൊന്നും എടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് പൈസ കുറഞ്ഞു പോയത്? അത് പൈസ കുറഞ്ഞു പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഈ പ്ലെയിൻ ടിക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ചെയ്തപ്പോൾ ഉണ്ടായ ആ ഒരു എമൗണ്ട് കുറച്ച് തുകയൊക്കെ കിഴിച്ചിട്ട് അവർ തന്നെ. അപ്പൊ അതാന്ന് പറയാ. ഇത് കേട്ടതും സച്ചി പറഞ്ഞു, അവൻ അടുത്ത അടവായിട്ട് ഇറങ്ങിയെന്ന് പറയാണ്. ഇത് കേട്ടതും ശ്രുതി എന്ത് ചെയ്യണമെന്ന് അറിയില്ല നിൽക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.